എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമുക്ക് വീണ്ടും ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു നോക്കുവിൻ എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്നും പഠിക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങൾ വിശ്വാസിക്കുണ്ട്. യേശു ക്രിസ്തുവിൽ നിന്നും പഠിക്കേണ്ടതായ ഒത്തിരി സംഗതികൾ സഭയ്ക്കുണ്ട്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ, മഹാപുരോഹിതൻ, നമ്മുടെ മഹാപുരോഹിതൻ, ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. പ്രൈസ് ദി ലോർഡ്. അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ആദ്യമേ പറയുന്നു, അതിന്റെ 2-ാം വാക്യത്തിൽ മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നപ്പോൾ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തതയെ നാം പഠിക്കണം. അവിടെ പറയുന്ന മോശയെ അരുളി ചെയ്യുവാൻ ഇരിക്കുന്നവന്റെ ഭൃത്യനായിട്ടും വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവനോ പുത്രനായിട്ടാണ് വിശ്വസ്തത കാണിച്ചത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനല്ലേ പറയുന്നത്? തൊട്ട് താഴത്തെ വാക്യം നമുക്ക്, മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. അപ്പൊ മോശ ഭൃത്യനായിട്ട് വിശ്വസ്തത കാണിച്ചു. യേശു ക്രിസ്തു പുത്രനായിട്ട് വിശ്വസ്തത കാണിച്ചു. അപ്പോൾ നമ്മൾ എന്താ? നമ്മളും പുത്രത്വം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നതുകൊണ്ട് നാം എത്രമാത്രം വിശ്വസ്തരായിരിക്കണം. നമ്മൾ പുത്രന്മാരല്ല, എന്നാൽ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ ദത്തെടുക്കേണ്ടതിന് പുത്രനെ അയച്ചു. നമുക്ക് പുത്രത്വം നൽകി. എങ്ങനെ നൽകി? നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്ക് നീ പുത്രത്വം തന്നു. പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുവായിരുന്ന എനിക്ക് സൗജന്യമായി പുത്രത്വം തന്നു. അപ്പോൾ ഞാൻ എത്രമാത്രം വിശ്വസ്തനായിരിക്കണം. മോശ അരുളി ചെയ്യുവാനിരിക്കുന്നവന്റെ ഭൃത്യനായിട്ട് വിശ്വസ്തനായിരുന്നു. ഇവൻ കർത്താവായ യേശു ക്രിസ്തു പുത്രനായിട്ട് വിശ്വസ്തനായിരുന്നു. അങ്ങനെയാണെങ്കിൽ പുത്രത്വം ലഭിച്ച നമുക്ക് എത്ര ശ്രേഷ്ഠമേറിയൊരു പദവി അല്ലേ? ആമേൻ, സ്തോത്രം. പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു. അങ്ങനെയാണെങ്കിൽ വിശ്വസ്തനാണോ? ഞാൻ ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം, വിശ്വസ്തനാണോ? ദൈവസന്നിധിയിൽ വിശ്വസ്തനാണോ? ദൈവസന്നിധിയിൽ വിശ്വസ്തനാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് ദി ലോർഡ് ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നാം കയറാൻ തുടങ്ങും. അല്പത്തിൽ വിശ്വസ്തനാണോ? അല്പത്തിൽ വിശ്വസ്തനാണോ? അധികത്തിൽ വിചാരകനാക്കും എന്ന വാക്യം വചനത്തിലുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ അധികമായിട്ടുള്ളതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കും എന്നൊരു ചിന്തയാണ് നമുക്ക്. കുഴപ്പമില്ല. എന്നാൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന പുത്രത്വത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ വിശ്വസ്തനായിരുന്നാൽ പ്രൈസ് ദി ലോർഡ് നിത്യതയിൽ ഒരു കൂടുതൽ വിചാരകത്വം നമുക്ക് നൽകും. നമ്മൾ 1000 ആണ്ട് വാഴ്ച നമുക്കുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിൽ 1000 ആണ്ട് വാഴ്ചയിൽ വിശുദ്ധന്മാരിവിടെ വാഴും. ഇന്ന് നീ വിശ്വസ്തനാണെങ്കിൽ ആ വാഴ്ചയിൽ നിന്റെ അധികാരത്തിൻ്റെ, ആമേൻ സ്തോത്രം, വാഴ്ചയിൽ നിന്റെ
നിനക്ക് ഒരുക്കിയിരിക്കുന്നത് അധികമായിട്ടായിരിക്കും. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ അകത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഉപമ പറഞ്ഞു. ആമേൻ. ഗുജറാത്തിലെ വലിയ കോടീശ്വരനായ ശതകോടീശ്വരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകനെ ഇവിടെ ഒരു സാധാരണ ഹോട്ടലിൽ കൊണ്ട് എന്തിനു നിർത്തി? ആ യൗവനക്കാരനെ അവിടെ കൊണ്ട് പണിയാൻ നിർത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ വലിയ സാമ്രാജ്യത്തിന്റെ ചുമതലകൾ കൊടുക്കുന്നതിന് മുമ്പായി ഇവൻ ഒന്നുകൂടെ താഴേക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ ജീവിതം പഠിച്ച് അവൻ ബിസിനസ് പഠിച്ചു വരണം. ഇത് ഇവനും അറിയാം, തന്നെ ഇങ്ങോട്ട് വിട്ടേക്കുന്നതാ, ട്രെയിനിങ്ങിന് വിട്ടേക്കുന്നതാ. തന്നെ കാക്കാൻ വേണ്ടിയുള്ള അപ്പന്റെ ദാസന്മാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഞാൻ അങ്ങോട്ട് അയച്ചേക്കുക. ആ ഹോട്ടലിൽ പോയി അവൻ പണിയെടുക്കണം, എച്ചില് പാത്രം കഴുകണം, തൂത്തുവാരണം, എല്ലാം ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ ഇവനറിയാം, എൻ്റെ അപ്പൻ്റെ ദാസന്മാർ ചുറ്റുമുണ്ട്, ഇതെൻ്റെ ഒരു ട്രെയിനിങ് പീരീഡാ. ഞാനിവിടെ ബാത്റൂം കഴുകേണ്ടി വരും. ഒരു പക്ഷേ ഈ കടയുടെ ഉടമസ്ഥൻ എൻ്റെ നേരെ ദേഷ്യപ്പെട്ടെന്നിരിക്കും. ഇവിടെ ഹോട്ടലിൽ കഴിക്കാൻ വരുന്ന ആളുകൾ എന്നെ പുച്ഛിച്ചെന്നിരിക്കും. ഇവരെ പോലെ ഞാനൊരു ശതകോടീശ്വരന്റെ മകനാ. എൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി, എൻ്റെ പ്രവൃത്തി പരിചയത്തിന് വേണ്ടി എന്നെ ഇവിടെ ആക്കിയിരിക്കുക. ഈ കഷ്ടതകളിലൊക്കെ എൻ്റെ കഷ്ടത കൂടുന്നതനുസരിച്ച് എനിക്ക് വേണ്ടി അപ്പൻ ഒരുക്കിയിരിക്കുന്ന ആ സാമ്രാജ്യത്തിന്റെ വലിപ്പം കൂട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ അപ്പൻ്റെ ദൂതൻ, എൻ്റെ അപ്പൻ്റെ ദാസന്മാർ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, നിങ്ങൾ ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് ആക്കി വെച്ചിരിക്കുന്ന ഓരോ ഇടങ്ങളുണ്ടല്ലോ, അതിനകത്തൊന്നും പരാതിയൊന്നും പറയണ്ട. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാ, കഴിഞ്ഞ ആഴ്ച ഇല്ലാത്ത കുറെ ആളുകൾ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തിന് ഒരു പരാതിയും പറയണ്ട. അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടോ, അപമാനമുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ദൈവം അറിയുന്നു. ദൈവം അറിയാതെ അല്ലെന്നേ ഇത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇത് അറിയുന്നു. അപ്പം ഈ ഹോട്ടലിനകത്ത് കൊണ്ട് ആക്കി വെച്ചിരിക്കുന്ന ഈ യൗവനക്കാരന് പരാതിയില്ല. അവനറിയാം ഞാൻ ആരുടെ മകനാണെന്ന്. ഇവിടുത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ തനിക്ക് ലഭ്യമായിരിക്കുന്നതിനെ കുറിച്ച് അവന് ബോധ്യമുണ്ട്. നമ്മൾ ഒത്തിരി വചനം കേട്ടാലും നമുക്ക് ഈ ബോധ്യമില്ല. അതാ പ്രശ്നം, അല്ലേ? നമ്മൾ ആരുടെ മകനാണെന്നും നമ്മുടെ ദേശം ഇവിടെ അല്ലെന്നും, ആമേൻ, സ്തോത്രം, നമുക്കൊരുക്കിയിരിക്കുന്നത് മറ്റൊരിടമാണെന്നുള്ള കേൾവി മാത്രമേ ഉള്ളൂ. കേട്ട വചനം നമ്മൾ വിശ്വാസമായി പരിണമിച്ചാലേ നമുക്കത് ഉപകാരമായി തീരത്തുള്ളൂ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ഈ കേൾക്കുന്ന വചനമൊക്കെ ഉണ്ടല്ലോ, വിശ്വാസമായി പരിണമിക്കണം. എൻ്റെ ദേശം ഇവിടെയല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി ഒരുക്കിയെന്ന ഒരു ദേശമുണ്ട്. ഇവിടെയോട്ട് എന്നെ ദൈവം അയച്ചത് ഈ താണഭൂമിയിലെ കഷ്ടതയുടെയും പ്രയാസത്തിലൂടെയും എന്നെ ഒന്നുകൂടെ ട്രെയിൻ ചെയ്ത് എൻ്റെ ദൈവം ഒരുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ അനേക കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാവുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന, അപ്പൊ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ആ യൗവനക്കാരന് നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു ജോലി കിട്ടിയിരുന്നെങ്കിലോ, 5 സ്റ്റാർ ഹോട്ടലിൽ നല്ല നിലയിലുള്ള ഒരു മാനേജർ പൊസിഷൻ ആയിരുന്നെങ്കിലോ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവൻ ഇവിടെ കിട്ടിയ ഒരു ഹോട്ടലിനകത്ത് സ്തോത്രം പാത്രം കഴുകാനാ. അപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ അവൻ മാനേജർ പൊസിഷനിലാണ് അവൻ ഇരിക്കുന്നതെങ്കിൽ അവൻ എന്ത് ട്രെയിനിങ്ങാണ് കിട്ടുന്നത്? അവൻ എന്ത് കഷ്ടതയുടെ തീച്ചുളിയാണ് ഉള്ളത്? ആമേൻ. നാം സ്തോത്രം. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഈ ഭൂമിയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ നിനക്ക് വന്നു ഭവിക്കുന്നതായ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്തിനാണ്? അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം നിന്റെ മേൽ വീഴുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. നമ്മൾ വചനത്തെ ഒന്ന് വിശ്വസിച്ചേ, ഈ വചനത്തിന്റെ ഉടയവനെ ഒന്ന് വിശ്വസിച്ചേ. ആകാശം മാറിയാൽ, ഭൂമി മാറിയാൽ വചനത്തിന് മാറ്റമില്ല. വചനത്തിന്റെ ഉടയവൻ നിന്നെ കുറിച്ച് പറയുന്നു, നിന്റെ കഷ്ടത തകർത്ത് കളയുവാനല്ല, നിന്റെ കഷ്ടത തേജസ് വർദ്ധിപ്പിക്കുവാനാ. ഓ റിബാല ഹന്തരാജലാധരാധര, നിന്നെ തകർത്തു കളയുവാൻ വേണ്ടിയല്ല, നിനക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമേറിയ നിലയിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. സ്തോത്രം പറയാം. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആകയാൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടത, കയ്യേറ്റം, ഉപദ്രവം, പട്ടിണി, ബലഹീനത ഇതൊക്കെ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൃപ എന്റെ മേലുണ്ട്, ദൈവത്തിന്റെ കൃപ നിന്റെ മേലുണ്ട്. അതുപോലെ നീ എത്ര കഷ്ടത അനുഭവിച്ചാൽ, രോഗത്തിന്റെ തീച്ചുളയിലൂടെയാണ് കടന്നു പോകുന്നതിൽ, നീ ചിന്തിക്കാത്ത നിലയിലുള്ള ഒരു ദൈവകൃപയുടെ വ്യാപാരം സ്വർഗം നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും നമ്മൾ വായിച്ച വാക്യം എന്തുവാ? യേശുവിനെ നോക്കുക. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരുഷനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ചുമ്മാ നോക്കിയാ പോരാ, ശ്രദ്ധിച്ചു നോക്കുക. 3 ഇബ്രായലേഖനം 3 അധ്യായം 12 വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നോക്കാൻ പറയാം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും, ഒന്ന് വായിച്ചാട്ടെ 3:12. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. പിന്നെ നോക്കാൻ പറയാ, സഹോദരന്മാരെ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം എന്നൊരർത്ഥമാണ് ആ നോക്കുവിൻ അവിടെ ഉള്ളത്. അതെ, അങ്ങനെ തന്നെയാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ആ നോക്കുവിൻ്റെ അർത്ഥം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് അവിശ്വാസം വന്ന്, പക്ഷേ അതിൻ്റെ കൂടെ ഈ അർത്ഥം കൂടെ ചേർക്കുക, യേശുവിനെ നോക്കുക. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിനക്ക് വരാതിരിക്കണമെങ്കിൽ നീ യേശുവിനെ നോക്കണം. അവിടെ നാം വായിച്ചത് വിശ്വാസമുള്ള ദുഷ്ടഹൃദയം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അതിനായി ജാഗ്രതയുള്ളവരായിരിക്കണം, അതൊക്കെയാണ്. എന്നാൽ ഇങ്ങനൊരു അർത്ഥം കൂടി നിങ്ങൾ എടുത്തേ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. നോക്കുവീൻ. അപ്പൊ ഈ നമ്മൾ വിചാരിച്ചിട്ടാണ് ഈ അവിശ്വാസം വരുന്നത്. ഈ അവിശ്വാസം വരുന്നതേ ചെറിയ അവിശ്വാസത്തിന്റെ ചെറിയ ഒരു പ്രൈസ് ദി ലോർഡ് തരി അങ്ങോട്ട് ഇട്ട് തരും. നമ്മള് ഇതിനെ അങ്ങോട്ട് താലോലിക്കും. ഇത് അവിശ്വാസം വളരാൻ തുടങ്ങും. അവിശ്വാസം വളരുന്നതനുസരിച്ച് ദൈവത്തോടുള്ള ബന്ധവും കുറയാൻ തുടങ്ങും. നമ്മളെ അവിശ്വാസം, നമ്മൾക്ക് എല്ലാവർക്കും അവിശ്വാസം കയറി വരാം. പക്ഷെ നമ്മൾ പ്രാർത്ഥന, സഭാ കൂടി വരവ്, വചനധ്യാനം, ആരാധന ഇത്യാദി ആത്മീകമായ കാര്യങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തെ നാം സജീവമായി നിർത്തുക. അതിന് നമ്മൾ ശ്രമിക്കണം, അതിന് നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം. എന്നാൽ ഇതിനകത്തൊരു വീഴ്ച വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവിശ്വാസത്തിന്റെ വിത്ത് വീണാൽ ഇത് വളരാൻ തുടങ്ങും. ഈ വളരാൻ തുടങ്ങുമ്പോൾ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും, അപ്പൊ പിന്നെ ഇത് ദുഷ്ടഹൃദയമാകാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ ദൈവത്തോട് നന്ദിയില്ലാത്തവനായി തീരും. ദൈവം ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളോട് ആമേൻ ഒരു നന്ദിയില്ലാത്തവനായി തീരും. അതൊരു ദുഷ്ടഹൃദയ. വാക്കുകൾ എത്ര ശക്തമല്ലേ, അല്ലേ? അവിശ്വാസി, ഒരു വിശ്വാസിയുടെ ഹൃദയം അവിശ്വാസമുള്ളതായി തീർന്നാൽ അതൊരു ദുഷ്ടഹൃദയമായി തീരും. നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കേണ്ടതിന്. അപ്പൊ ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അല്ലെങ്കിൽ എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ വിശ്വാസിയുടെ ഹൃദയം ദുഷ്ടഹൃദയമാകാൻ സാധ്യതയുണ്ട്. വിശ്വാസിയുടെ ഹൃദയം ദുഷ്ടഹൃദയമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാകാതിരിക്കേണ്ടതിന് നിങ്ങൾ നോക്കണം. എങ്ങോട്ട് നോക്കണം? കാൽവറിയിലേക്ക് നോക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒഴുക്കപ്പെട്ട രക്തത്തിലേക്ക് നോക്കണം. അവിടെ തകർക്കപ്പെട്ട തിരുമേനിയിലേക്ക് നോക്കണം. ഇടയ്ക്കൊക്കെ കാൽവറി ഒന്ന് ധ്യാനിച്ചോണം കേട്ടോ. നിങ്ങളുടെ രാവിലെയുള്ള പ്രാർത്ഥനകളിൽ യേശുവിന്റെ ക്രൂശ് മരണത്തെ ധ്യാനിച്ച് ഒരു പാട്ടെങ്കിലും പാടിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്കൊക്കെ കാൽവറിയിലേക്ക് ഒന്ന് നോക്കണം കേട്ടോ. അവിടെ അവിശ്വാസം എവിടെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാൽവറിയിലേക്ക് നോക്കുമ്പോൾ, അവന്റെ കാൽവറിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരുത്തൻ കിടപ്പുണ്ട്. ആരാ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എബ്രായർ 12:2 ഇത് പറയുന്നത്, അല്ലേ? വിശ്വാസം വന്നോ?
വിശ്വാസത്തിന്റെ നായകനും പൂർത്തി പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. ദൈവങ്ങളെ, ഞാൻ ആത്മാർത്ഥമായി ചോദിച്ചോളട്ടെ, എന്നെങ്കിലുമൊക്കെ അവിശ്വാസം വന്നിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്നതിന്റെ പൊരുൾ എന്താന്ന് വെച്ചാൽ, നമുക്കൊരു പ്രതിസന്ധി വന്നു, സാമ്പത്തികമോ രോഗമോ എന്തോ ആയിക്കോട്ടെ, അതിനകത്തുനിന്ന് വെളിയിൽ വരുവോ ഇല്ലയോ എന്നുള്ള അവിശ്വാസത്തെ സംബന്ധിച്ചല്ല പറയുന്നത്. അതിനകത്തും കർത്താവിന് ഇഷ്ടമുള്ളത് സംഭവിക്കും എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും എന്നൊരു ഉറപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ, അതിലോളം വലിയ ഉറപ്പ് എവിടാ ഉള്ളത്? അല്ലേ? പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതും. എൻ്റെ രോഗമാണോ? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവുമാണോ? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നേ. വചനമുണ്ടല്ലോ. വചനം എന്തോ നമ്മുടെ നിക്ഷേപമാണ്. ക്രൂശിലേക്ക് നോക്കണം, യേശുവിലേക്ക് നോക്കണം, അപ്പോൾ വചനം ഇടപെടാൻ തുടങ്ങും. അവൻ വചനം നമ്മുടെ ഒരു നിക്ഷേപമാ. നമുക്കുള്ള വലിയ ബാങ്ക് ബാലൻസുകൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രയോജനപ്പെടാത്ത നിലകളിലുള്ള സാഹചര്യങ്ങൾ വരും. എന്നാൽ വിശ്വാസിയുടെ നിക്ഷേപം എന്തുവാ? ആമേൻ, വചനമാണ് അവന്റെ നിക്ഷേപം. ദൈവത്തിന്റെ വാഗ്ദത്തമായ വചനങ്ങളാണ് നിക്ഷേപം. ആമേൻ, സ്തോത്രം. കാരാഗൃഹത്തിനകത്ത് കടക്കുമ്പോൾ വചനം എന്ന നിക്ഷേപത്തെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. അല്ലേ? ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ള ഭൗതിക നിക്ഷേപങ്ങൾ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ, ആമേൻ, ഒരു ബെഡിൽ ചുമ്മാ കണ്ടാൽ പറ്റത്തില്ല. ബാങ്കിലാണെങ്കിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇത് എടുക്കാൻ വേണ്ടി ആരെങ്കിലും ചുമതലപ്പെടുത്തി പോകണം. എന്നാൽ കാരാഗൃഹത്തിനകത്ത് കാലാമത്തിലിട്ട് പൂട്ടിക്കിടക്കുകയാണെങ്കിൽ, ആമേൻ, വെട്ടേറ്റ് നിലത്ത് വീണ് കിടക്കുകയാണെങ്കിൽ, ആമേൻ, യേശു ക്രിസ്തുവിന്റെ വചനമാകുന്ന വാഗ്ദത്തങ്ങൾ അകത്ത് കത്തി നിൽക്കുന്നവന്, ആമേൻ, ആ വാഗ്ദത്തമായ വചനങ്ങൾ തക്ക സമയത്തൊരു നിക്ഷേപം പോലെ വെളിപ്പെടും. നമുക്ക് വേണ്ടി നിക്ഷേപമുണ്ട്. വാഗ്ദത്ത വചനത്തിന്റെ നിക്ഷേപങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിലേക്ക് നോക്കണം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹോപരിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. അപ്പോൾ ദൈവവചനം അറിയാവുന്നയാൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവൻ പാപം ചെയ്തിട്ടില്ല, എന്നാൽ പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പ്രലോഭിക്കപ്പെട്ടവനാണെന്ന്, പരീക്ഷിക്കപ്പെട്ടവനാണെന്ന് മലയാളം ട്രാൻസ്ലേഷൻ. എന്നാൽ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ടെംപ്റ്റ് ചെയ്യപ്പെട്ടവനാ, പ്രലോഭിക്കപ്പെട്ടവൻ. ഞാൻ പാപം ചെയ്തിട്ട് നമുക്ക് എബ്രായർ 4:14 നമുക്കൊന്ന് വായിക്കാം. എബ്രായർ 4:14. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക്. ഇവിടെ പറയുന്നത് പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി കുറച്ചുകൂടെ ലളിതമായ തർജ്ജമയിൽ പറയുന്നത് അവൻ പാപം ചെയ്തിട്ടില്ല, എന്നാൽ ഈ ലോകത്ത് ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങൾ ഒക്കെ അവന് വന്നതാണ്. ടെംപ്റ്റ് എന്ന പദമാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. പ്രലോഭിപ്പിക്കപ്പെട്ടവനാ. നമ്മുടെ ബലഹീനതകളിൽ അവന് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ അവന് കഴിയും. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തെ സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പോൾ ജീവിതത്തിൽ യേശുവിനെ നോക്കുമ്പോൾ, കർത്താവിനെ നോക്കുമ്പോൾ എനിക്ക് തുല്യനായി ആമേൻ പരീക്ഷിക്കപ്പെട്ട ദൈവപുത്രനാണ് ക്രൂശിൽ കിടക്കുന്നത്. എനിക്കൊരു കരുണയുടെ ഉറവിടം തുറന്ന ഇടമാണ് ക്രൂശ്. ആമേൻ, എൻ്റെ ബലഹീനതകളെ ഏറ്റെടുത്തുകൊണ്ട് ആമേൻ സ്വത്ര ക്രൂശിൽ മരിച്ചവനാണ് ക്രിസ്തു. കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും, എനിക്ക് കരുണ ഇവിടെ നിന്ന് കിട്ടും. ആമേൻ, എനിക്ക് തൽസമയത്തെ സഹായത്തിലുള്ള കൃപ ആമേൻ യേശുവിൽ നിന്ന് കിട്ടും. കർത്താവിനെ നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, ആമേൻ സ്തോത്രം. എബ്രായ ലേഖനം 6:7-8 വാക്യങ്ങളിൽ പറഞ്ഞു, ക്രിസ്തുവും തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അല്ലേ?
എന്തുത്തരമാ ലഭിച്ചത്? എബ്രായർ 6:7-8 നാം വായിക്കുന്നു, ക്രിസ്തു തന്റെ ഐഹിക ജീവിതം, യേശുവിനെ നോക്കുമ്പോൾ ഇതൊക്കെ വരുമെന്നേ. തന്റെ ഐഹിക ലോകത്തിലെ ജീവിതകാലത്ത്, ജഡാവതാരമെടുത്ത് ഈ ലോക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഉത്തരം ലഭിച്ചത്? കർത്താവ് അവിടെ ആമേൻ ശരീരത്തിൽ നിന്നും വേർപ്പ് തുള്ളികൾ, രക്തം വേർപ്പ് തുള്ളികൾ പോലെ അതീവ സമ്മർദ്ദത്തെ പ്രാർത്ഥിക്കുക. എന്നെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. ഈ പാനപാത്രം ചുമക്കാനാണ്ട് സ്വർഗമഹിമകളെ വിട്ട് ഈ താണഭൂമിയിലേക്ക് താൻ വന്നതെന്ന് തനിക്കറിയാം, അല്ലേ? എന്നിട്ട് പ്രാർത്ഥിക്കുക. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. അതെ, ഹൃദയത്തിനകത്ത് ഒരു മനുഷ്യനാ കർത്താവ് കേട്ടോ. പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനാ. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഹൃദയത്തിനകത്ത് ആമേൻ ദൈവം നൽകി. ആ പ്രാർത്ഥന കഴിഞ്ഞ് എണീറ്റ് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ആമേൻ സ്തോത്രം കുന്തവും ആമേൻ വാളുമായി വരുന്നവരോട് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് തൻ്റെ ഇടത്തോടെ ചോദിക്കുവാൻ തക്കവണ്ണം ഉത്തരം ലഭിച്ച കർത്താവാണ്. ആ ഉത്തരത്തിനകത്ത് നമ്മളുണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. തൻ്റെ മുന്നിലുള്ള സന്തോഷത്തെ ഓർത്തപ്പോൾ അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അങ്ങനെയാണ് അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നത് എന്ന് എബ്രായ ലേഖനം 12 നാം വായിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് അവിടെ സ്തോത്രം ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. എന്താണ് ഉത്തരം? ആമേൻ, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളൊരു വാഗ്ദത്തം നിന്നെ കുറിച്ചുണ്ട്. അബ്രഹാമിന്റെ സന്തതിയായി അബ്രഹാമിന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം നിന്റെ മേൽ കടക്കുകയാണ്. മുഴുവൻ ലോകത്തിന്റെ പാപത്തെ നീ ചുമന്നൊഴിയണം. ആമേൻ സ്തോത്രം. അതിന്റെ ഓർമ്മപ്പെടുത്തലിലൂടെ ആമേൻ പിതാവിനെ ബലപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരു ക്രൂശിൽ കടന്ന ഒരു സന്തതിയെ കണ്ടു. ആ സന്തതിയെ കണ്ടിട്ടാണ് അവൻ ഉത്തരം ലഭിച്ചത്. നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. അവിടെ നാം വായിക്കുന്നു, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. ദൈവങ്ങളെ, ഞാൻ ഇപ്പോഴും പറയാണ്, എത്ര പ്രസംഗങ്ങൾ നടത്തിയാലും, എത്ര വലിയ വചനങ്ങൾ ഇങ്ങനെ പഠിച്ച് ഇന്ന് ഞാൻ കിളച്ച് കപ്പയിട്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു വന്നാലും സ്റ്റേജിലോട്ട് കയറുമ്പോൾ ഒരു ഭയമുണ്ട്. എൻ്റെ ദൈവമേ, നീ തന്നില്ലെങ്കിൽ വല്ലതും നടക്കൂ. ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു സ്കൂളിൽ കൊണ്ട് ആക്കുമ്പോൾ ഒരു പരിഭ്രമം ഉണ്ടല്ലോ, അതെപ്പോഴും ശുശ്രൂഷകർക്ക് വേണം. ദൈവം തരാതെ വല്ലതും നടക്കുവോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പറയുമ്പോൾ നമ്മൾ മക്കളെ സംഗതിയൊക്കെ കൊള്ളാം, ഒരു ഭയം. എൻ്റെ ദൈവമേ, ഒരു ദൈവഭയം വേണം. ഭയഭക്തി നിമിത്തം യഥാർത്ഥ പുത്രന് ഉത്തരം ലഭിച്ചു. ഭയത്തോടെ പ്രാർത്ഥിച്ചു, അല്ലേ? അങ്ങനെയാണെങ്കിൽ നാം ഭയപ്പെടട്ടെ. ദൈവസന്നിധിയിൽ എണീറ്റ് നിൽക്കുമ്പോ എൻ്റെ ദൈവമേ, നമ്മുടേതായ ഒന്നും നടക്കത്തില്ല. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി. ഈ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമല്ല. എൻ്റെ ദൈവമേ, നീ തരാതെ ഒന്നുമില്ല കേട്ടോ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ, ഒരു വചനം പറയാൻ നിൽക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഒരു ഭയം, ദൈവഭയത്തോടെ നിൽക്കണം. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. എനിക്കെപ്പോഴും ഈ ഭയമുണ്ട് കേട്ടോ. ആമേൻ സ്തോത്രം. പ്രസംഗിക്കാനാന്നും പറഞ്ഞ് ഇങ്ങനെ നെഞ്ചും പിരിച്ച് കയറി വരുമ്പോ ഒടേ തമ്പുരാൻ തന്നില്ലെങ്കിൽ വല്ലതും പറയാൻ പറ്റുമോ? ഭയത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യും, ഇല്ലെന്നും പറയുന്നില്ല. തയ്യാറാക്കണം, അങ്ങനെ തയ്യാറാക്കണം. വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് നിൽക്കേണ്ടതല്ല, തയ്യാറാക്കണം. പക്ഷേ ഇത് ആമേൻ പറയണമെങ്കിലുണ്ടല്ലോ, എൻ്റെ ദൈവം സഹായിക്കണം. ദൈവത്തിന് കരുണ വേണം. ഭയഭക്തി. പുത്രൻ തമ്പുരാൻ ദൈവസന്നിധിയിൽ ഗതശമനയിൽ രക്തം വേർപ്പാക്കി പ്രാർത്ഥിച്ചപ്പോൾ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. നമുക്കൊന്ന് ഭയപ്പെടാം, ദൈവത്തെ ഒന്ന് ഭയപ്പെടാം. ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ദൈവത്തെ നീ ഭയപ്പെട്ടോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ നീ ഭയപ്പെട്ടോ. ആമേൻ. സാക്ഷാൽ ദൈവപുത്രൻ ആമേൻ സ്വത്ര ഗതശമനയിൽ ഭയഭക്തി നിമിത്തം പ്രാർത്ഥിച്ച് ഉത്തരം ലഭിച്ചെങ്കിൽ പുത്രത്വം ലഭിച്ച നിന്റെ മേൽ ഭയഭക്തി നിമിത്തം ദൈവസന്നിധിയിൽ
ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് കേട്ടോ. കണ്ണുനീരോട് അപേക്ഷയും പവയാചനയും കഴിച്ച് ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. നമ്മുടെ ഭയം മാറിപ്പോകരുത്. നമ്മൾ എത്ര വലിയ ആളുകളായാലും ദൈവം മാറിപ്പോകരുത്. ദൈവം മാറിപ്പോകരുത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവത്തെ ഭയപ്പെടുക, ആകയാൽ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞ് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നിർത്താം. കർത്താവിനെ നോക്കി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കർത്താവിനെ നോക്കുമ്പോൾ മനസ്സിലാവും. തുടർന്ന് പറയുന്ന അധ്യായങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങൾ പ്രഭാതത്തിൽ ദൈവം ഇടപെട്ടത് ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മളിത് കേട്ടിട്ടുള്ളതായിരിക്കാം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ആമേൻ, സ്വത്വം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. എബ്രായർ 13:11, 12, 13 വാക്കുകൾ കൂടി നമുക്ക് വായിക്കാം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 13:11, 12, 13 വാക്യം. മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിൽക്കുന്ന നഗരമില്ലല്ലോ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെയൊക്കെ നോക്കാൻ ഒരാളേ ഉള്ളൂ. നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ വരും. അവിടെ നാം വായിച്ചു, 11 വാക്യത്തിൽ വായിച്ചു, മഹാപുരോഹിതൻ പാപപരിഹാരത്തിനായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. യേശുവിന്റെ ക്രൂശ് മരണവുമായിട്ട് ബന്ധിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇബ്രായ ലേഖനത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശക്തി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിക്കുന്നു, മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. പഴയ നിയമത്തിലെ യാഗത്തെ നമുക്ക് ഓർമ്മിപ്പിക്കുക. ഏത് മൃഗത്തെയാണോ, ആമേൻ സ്തോത്രം, അതിവിശുദ്ധ സ്ഥലത്ത് ഏത് മൃഗത്തിന്റെ രക്തമാണ് ഒഴിക്കേണ്ടത്, ആ മൃഗത്തെ അറുത്തിട്ട് അതിൻ്റെ രക്തമെടുത്തിട്ട് അതിൻ്റെ ഉടൽ പാളയത്തിന് പുറത്തുപോയി ചുട്ടുകളയുന്നു. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. അപ്പോൾ യേശു ക്രിസ്തു അവൻ ഒരു തെരുവോരത്ത് കാൽവറി മലയിൽ, പ്രൈസ് ദി ലോർഡ്, അവന്റെ ഉടൽ, പ്രൈസ് ദി ലോർഡ്, നഗ്നമാക്കപ്പെട്ട അപമാനിക്കപ്പെട്ട ആ പാപം വഹിച്ച യേശുവിന്റെ ശരീരം, ആമേൻ സ്തോത്രം, ആമേൻ, പട്ടണത്തിന് പുറത്തൊരു തെരുവോരത്ത് യേശുവിന്റെ ശരീരം ക്രൂശിന്മേൽ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ സ്തോത്രം. പാപപരിഹാരമായി, ആമേൻ സ്തോത്രം, അറുക്കുന്ന മൃഗത്തിന്റെ ഉടൽ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി ചുട്ടുകളയുന്ന പോലെ, ആമേൻ, നഗരവാതിലിന് പുറത്ത് തെരുവോരത്ത് ദൈവപുത്രൻ രക്തം ഊറ്റി, ആമേൻ, തൻ്റെ ശരീരം യാഗമായി അവിടെ അർപ്പിക്കുന്നു. അവിടെ ഒഴുക്കിയ രക്തമാണ് പിന്നീട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരത്തിലൂടെ ഈ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ, ആമേൻ സ്തോത്രം, തൻ്റെ ഉടൽ, ആമേൻ സ്തോത്രം, ഈ ഭൂമിയുടെ മധ്യപൂർവ്വദേശത്ത്
പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഒരു മലയിൽ ആമേൻ സ്തോത്രം തിരുവോരത്ത് തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആമേൻ സ്തോത്രം അവിടെ തൻ്റെ ശരീരത്തിൽ ഒഴുക്കിയ രക്തം. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശുവോ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായി ആമേൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. അത് കൈപ്പണിയായ വിശുദ്ധ മന്ദിരമല്ല. ആമേൻ സ്തോത്രം. ആമേൻ അത്യുന്നതനായവൻ വസിക്കുന്ന ആ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിച്ചു. ആമേൻ സ്തോത്രം. ആ യാഗരക്തവുമായി പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിച്ചു. മഹാപുരോഹിതൻ ആണ്ടോടാണ്ട് ചെയ്യുന്നത് ഒരിക്കലായി എന്നേക്കുമായി യേശു ചെയ്തു. അവൻ എന്നേക്കുമായി ഒരിക്കലായി ചെയ്ത ശരീരയാഗത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്ക് തന്നു. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. അവന്റെ മഹാപുരോഹിത ശുശ്രൂഷയുടെ ഭാഗമാണ് ആമേൻ സ്തോത്രം ഇതെല്ലാം ചെയ്തത്. ആമേൻ സ്തോത്രം. മൃഗത്തിന്റെ ഉടല് പാളയത്തിന് പുറത്ത് ചുട്ടുകളയുന്ന പോലെ ആ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയുടെ ഭാഗമാണ്. ആമേൻ വലിപ്പവും തികവുമേറിയ കൂടാരമായ ഒരു ശരീരം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. ആ ശരീരത്തിലേക്ക് ഈ ഭൂമിയിലേക്ക് വന്ന് ആ ശരീരം സ്തോത്രം നഗരവാതിലിന് പുറത്ത് ആമേൻ നമുക്ക് വേണ്ടി ഉടച്ചു കളഞ്ഞു. ആമേൻ അവിടെ ഒഴുക്കിയ രക്തവുമായി പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിച്ചു. നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അതുകൊണ്ടാണ് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തു. അവന്റെ മഹാപുരോഹിത ശുശ്രൂഷയാണ്. മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാനാ പറഞ്ഞതല്ലേ. അപ്പോൾ മഹാപുരോഹിത ശുശ്രൂഷയാണ്. അപ്പോൾ നമ്മുടെ വായിച്ച വാക്യത്തിലേക്ക് വരട്ടെ. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെയാണ് നമ്മുടെ ഒരു വിശ്വാസി എന്ന നിലയിലുള്ള നമ്മുടെ ദൗത്യം. നമുക്ക് കൃപാസനത്തിലേക്ക് പോകാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, യേശുവിന്റെ രക്തം ചെന്ന ഇടമാണ് കൃപാസനം. യേശു ക്രിസ്തുവിന്റെ രക്തം വഹിച്ചുകൊണ്ട് സ്വർഗസ്ഥലങ്ങളിലേക്ക് കയറി വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ചോദിച്ചു വാങ്ങി തന്നു. യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഇടമാണ് കൃപാസനം. അവിടേക്ക് പോകാൻ നമുക്ക് ഇഷ്ടമാണ്. എന്തിനാണ് പോകുന്നത്? കരുണ ലഭിപ്പാനും തൽസമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി യേശുവിന്റെ രക്തം സംസാരിക്കുന്ന ആ സ്വർഗീയ കൃപാസനത്തിലേക്ക് പോകാൻ നമുക്ക് ഇഷ്ടമാണ്. കാരണം നമുക്ക് കരുണ വേണം, തൽസമയത്തെ സഹായം വേണം. ഇതിനുവേണ്ടി നാം അങ്ങോട്ടേക്ക് പോകാൻ ഇഷ്ടമാ. അങ്ങോട്ടേക്ക് പോകാൻ തക്കവണ്ണം നമുക്ക് ശക്തി തരുന്നത് യേശുവിന്റെ രക്തത്താൽ ആമേൻ സ്തോത്രം നമുക്ക് പ്രതിഷ്ഠിച്ച ആ ജീവനുള്ള വഴിയാ. എന്നിലൂടെ അല്ലാതെ ആര് പിതാവിന്റെ അടുക്കൽ ചെല്ലുന്നില്ല. നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിക്കകത്തുകൂടെ നമുക്ക് കരുണ ലഭിപ്പാൻ, തൽസമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ഉള്ള കൃപാസനത്തിലേക്ക് പോകാൻ നമുക്ക് ഇഷ്ടമാ. അങ്ങനെ ഒരു കൃപാസനം ഉണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ പ്രാധാന്യമാ അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് ചെല്ലുക. അതിനെത്ര പേർക്ക് താല്പര്യമുണ്ട്? സ്തോത്രം. നമ്മുടെ വായിച്ച വചനം എന്തുവാ? ആകയാൽ നാം അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തവന്റെ അടുക്കൽ ചെല്ലുക. ഇത് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേണം. ആമേ. കൃപാസനമുണ്ട്, അവിടെ കരുണ ലഭിക്കും, തൽസമയത്തെ സഹായത്തിലുള്ള കൃപ ലഭിക്കും. അങ്ങോട്ടേക്ക് കടന്നു പോകാൻ യേശുവിന്റെ രക്തത്താൽ ആമേൻ ഒരുക്കപ്പെട്ട ജീവനുള്ള വഴിയുണ്ട്. ഇത് വിശ്വാസി നീ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവൻ നഗരവാതിലിന് പുറത്ത് കഷ്ടമനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ ഉടല് പാളയത്തിന് പുറത്ത് ചുട്ടുകളയുന്ന പോലെ ദൈവപുത്രനായ യേശു ക്രിസ്തു നഗരവാതിലിന് പുറത്ത് കഷ്ടം അനുഭവിച്ചെങ്കിൽ അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത്, സഭയ്ക്ക് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. അവനെ വഹിക്കുന്നത് ലോകത്തിന്റെ മുമ്പിൽ ഒരു നിന്ദയാ. യേശുവിന്റെ സാക്ഷിയാകുന്നത് ലോകക്കാരുടെ മുമ്പിൽ അപമാനമാ. പ്രൈസ് ദി ലോർഡ്. നീ ജോലി ചെയ്യുന്നിടത്ത്, ആമേൻ, നീ അധിവസിക്കുന്നിടത്ത് ഇവനെ നീ സ്വീകരിച്ചാൽ ഒരു നിന്ദയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകം നിങ്ങളെ പകയ്ക്കും. അവർ എന്നെ പകച്ചെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. അവന്റെ നിന്ദയുണ്ട് കേട്ടോ.
അവന്റെ സന്നിധിയിൽ നിന്ന് കരുണയും സഹായവും ലഭിക്കുക മാത്രമല്ല, അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു ചെല്ലുക. എന്ന് പറഞ്ഞാൽ നിന്നെ രക്ഷിച്ച ജീവദായകനെ സാക്ഷ്യം വഹിക്കുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു ദൈവത്തിന്റെ പൈതലാണെന്ന് വെളിപ്പെടുത്തുന്ന നിലയിൽ ഒരു ജീവിതം നിനക്ക് വേണം. ലോകക്കാരുടെ ഇടയിൽ ലോകം പറയുന്നതും മുഴുവനും അനുസരിച്ച് നീങ്ങുമ്പോഴല്ല, ഞാനൊരു ദൈവത്തിന്റെ പൈതലാണ്, എനിക്ക് ലോക മനുഷ്യൻ്റെതല്ല വേണ്ടത്, ഞാൻ യേശുവിന്റെ സാക്ഷിയാണെന്ന് പറഞ്ഞ് നിനക്കൊരു പക്ഷേ അത് നിമിത്തം അപമാനം വരുമെങ്കിൽ, നിന്ദ വരുമെങ്കിൽ, അവിടെ പ്രാഗൽഭ്യത്തോടെ എനിക്ക് സഹായത്തിനുള്ളൊരു കൃപയുടെ വഴി തുറന്നവൻ, അവന്റെ നിന്ദ ചുമക്കുവാൻ ഞാൻ സന്നദ്ധനാണെന്ന് അകത്തളത്തിൽ ശക്തിയോടെ പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ നീ ക്രിസ്തുവിന്റെ നിന്ദ ചുമന്നുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലുക. അവൻ നിപ്പുണ്ട് കേട്ടോ, ഈ ലോകത്ത് അവൻ നിപ്പുണ്ട് കേട്ടോ. ഞാനോ ലോക അവസാനത്തോളം ഈ എല്ലാ നാള് നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തവൻ സഭായോഗത്തിൽ വന്ന് മാത്രമല്ല നിൽക്കുന്നത്, നീ ഇറങ്ങി പുറപ്പെടുന്ന ലോകത്തും അവൻ നിന്നോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജീവിച്ചാലും മരിച്ചാലും യേശു ക്രിസ്തുവിനുള്ളവൻ തന്നെ എന്നുള്ളൊരു ബോധ്യം അകത്തുണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, വാക്കിനാൽ ക്രിയയാൽ എന്തു ചെയ്താലും യേശുവിന്റെ നാമത്തിൽ ചെയ്യുവാനുള്ള ശക്തി ലഭിക്കും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന്, പിന്നെ എന്നാ കുഴപ്പം? അവന്റെ നിന്ദ ചുമക്കാൻ എത്ര പേർക്ക് തയ്യാറാ? ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാ. പ്രൈസ് ദി ലോർഡ്. ലോകം പറയുന്നതായ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ, ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണെന്ന് എന്നെ കാണുന്നവൻ മനസ്സിലാക്കണം. എൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കണം, എൻ്റെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ ഇതൊരു അപമാനകരമായി തോന്നിയേക്കാം, എന്നാൽ ദൈവമക്കളെ, നമുക്ക് വേണ്ടി കൃപാസനം ഉള്ളതുപോലെ തന്നെയാണ്. അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് ചെല്ലുവാൻ അവൻ ഒരിടം ഒരുക്കി വെച്ചിട്ടുണ്ട്. സുവിശേഷത്തിന്റെ സാക്ഷികളാകുക, സുവിശേഷത്തിന്റെ സാക്ഷികളാകുക. യേശുവിനെ നോക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ മേൽ വരും. അപ്പോൾ നാം ആരാണ്? നാം പുരോഹിതന്മാരാ. നാം ആരെയാണ് നോക്കുന്നത്? ആമേൻ സ്തോത്രം, ആമേൻ. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായി യേശുവിനെ നോക്കുക. അപ്പോൾ മഹാപുരോഹിതനായ യേശുവിനെ നോക്കുന്ന നിന്റെ മേൽ ഒരു പുരോഹിത ശുശ്രൂഷയുണ്ട്. ആമേൻ. പലപ്പോഴും പല ആളുകൾ പറയുന്നുണ്ട് പുരോഹിത ശുശ്രൂഷ. ആമേൻ സ്തോത്രം. ഇങ്ങനെ ആമേൻ അഹരോൻ അങ്ങനെ കൈമാറി യോഹന്നാനിൽ വന്ന്, യോഹന്നാനിൽ നിന്ന് യേശുവിലോട്ട്, യേശുവിൽ നിന്ന് ശിഷ്യന്മാരിലേക്ക്, യോഹന്നാനിൽ നിന്ന് യേശു എന്ത് പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിച്ചത്? നീ ഒരു പുരോഹിതനാ. നമുക്ക് അനേക വചനങ്ങളുണ്ടല്ലേ, അല്ലേ? നമ്മൾ പുരോഹിതന്മാർ, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നാം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും. നമുക്കറിയാം, 1 പത്രോസ് 2:9 നമുക്കറിയാം. നമ്മള് സ്തോത്രം മഹാപുരോഹിതന്മാരാ. നമ്മൾ റോമാലേഖനം 15:16 കൂടെ നമുക്കൊന്ന് വായിക്കാം. റോമർ 15:16. എന്താണ് പുരോഹിതൻ? നീ മഹാപുരോഹിതനെ യേശുവിനെയല്ലേ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്താണ് പുരോഹിതൻ? റോമർ 15:16. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങൾ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു പുരോഹിതനോട്, ഭാഗ്യധരണ പുള്ളി തന്നെയാണ് താർക്കിക വിഷയമായിട്ട് വന്നത്, പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിധൈര്യമായി പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന പറഞ്ഞ് ഈ വാക്യം എടുത്തത് റോമർ 15:16. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞാൻ അതിധൈര്യത്തോടെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, താങ്കൾ ചെയ്യുന്ന പുരോഹിത ശുശ്രൂഷ എന്തുവാ? അവിടെ പറഞ്ഞിരിക്കുന്ന പുരോഹിത ശുശ്രൂഷ എന്തുവാ? ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങൾ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പൊ എന്തുവാന്ന് ചോദിച്ചു പുരോഹിത. ഇവിടെ എന്താ? ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ ഞാൻ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിക്കുന്നു. എത്ര പേരെ നേടിയിട്ടുണ്ടെന്ന് ചോദിച്ചു. ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ സുവിശേഷ ഘോഷണം നടത്തി എത്ര പേരെ നേടിയിട്ടുണ്ടെന്ന് ചോദിച്ചു.
അപ്പോൾ ഇതല്ലേ പുരോഹിത ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങളെ ആരോടും തർക്കിക്കാനോ വാദിക്കാനോ. പുരോഹിത ശുശ്രൂഷ എന്താ? ജാതികളോട് സുവിശേഷം പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ അവരെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ അവരെ ആക്കുന്നതാണ് പുരോഹിത ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. നാം സ്വീകരിച്ചു പറഞ്ഞ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുക. അപ്പൊ നീ നോക്കുന്ന ആരാ? മഹാപുരോഹിതനെയാ. മഹാപുരോഹിതൻ ഒരുത്തരേ ഉള്ളു കേട്ടോ. നമ്മുടെ മഹാപുരോഹിതൻ, ആകാശത്തിൽ കൂടെ കടന്നുപോയ മഹാപുരോഹിതൻ. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നിന്റെ മേലെ ഒരു പുരോഹിത ശുശ്രൂഷയുണ്ട്. ഈ പുരോഹിത ശുശ്രൂഷയുടെ ഭാഗമാണ് അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. അല്ല, മറ്റേ പുരോഹിത ശുശ്രൂഷ യേശു ചെയ്യുന്നുണ്ട്. പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്താണ് പുരോഹിതൻ? ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നവനാണ് പുരോഹിതൻ. എന്റെ യേശു എനിക്ക് വേണ്ടി അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു പുരോഹിത ശുശ്രൂഷ എന്റെ മേലുണ്ട്. ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിച്ചിട്ട് ദൈവത്തിന് പ്രസാദമായി തീരുവാൻ, സുവിശേഷ ഘോഷണം നടത്തുവാൻ ഒരു പുരോഹിതനായി എന്നെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു ചെല്ലും. പ്രൈസ് ദി ലോർഡ്. വചനം മനസ്സിലാക്കുന്നവർ ഒരു കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നിന്റെ നാവിന്റെ മേൽ അവന്റെ സുവിശേഷ ഘോഷണം വേണം. നമ്മുടെ കർത്താവിന്റെ നാമത്തിന്റെ ശക്തി നമ്മിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. തുടർന്നും ദൈവം അനുവദിക്കുന്ന പോലെ മഹാപുരോഹിതനും നാം സ്വീകരിച്ചു പറയുന്നവനുമായ യേശുവിനെ നോക്കുക എന്നുള്ള തിരുവചനത്തെ ആധാരമാക്കി ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന പോലെ നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീരട്ടെ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരാമതി ക്രൂശിൻ നീടൽ